ആ താനെന്താ ലേറ്റ് ആയേ? ഇച്ചിരി ലേറ്റ് ആയി പോയിടൂ. വിഷ്ണു എവിടെ? റൂമിലുണ്ട്, സോങ്ങിൽ എന്തോ കരക്ഷൻ പരിപാടി. താൻ ചെല്ല്. എടോ ആ കോസ്റ്റ്യൂം ലിസ്റ്റ് എന്തായി? അത് ഇപ്പൊ സെറ്റാക്കി തരാം. ഇല്ല, താൻ പോകുമ്പോഴേക്കും സെറ്റാക്കി തരാം. തന്നാ മതി. ചേട്ടാ ഞാൻ പറയുന്നത് വാടോ കയറി വാ. ഓക്കെ ചേട്ടാ, സിറ്റുവേഷൻ ഈസ് ലൈക്ക് സച്ചി പ്രിയയെ ആദ്യമായിട്ട് കാണുന്നൊരു സീക്വൻസ് ആണ്. കാര്യം ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ക്ലീശയാണ്, എന്നാലും അതൊരു ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടായി, ഒരു ബോണ്ടൊക്കെ ആയി, അതൊരു ട്രാക്കിലേക്ക് വന്ന് കയറണം. ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്തില്ല ട്രാക്കിൽ. ചെറിയൊരു എന്തോ പോലെ. ഇല്ല അതൊന്നും സെറ്റ് ചെയ്താൽ ഇല്ല പ്രശ്നം കേട്ടാ, അത് സെറ്റ് ചെയ്താൽ മതി, പ്രശ്നമല്ല, വിഷയമില്ല. ചേട്ടൻ പുലിയല്ലേ, അത് കുഴപ്പമില്ല. ഒന്ന് നോക്ക്. ഓക്കെ ഓക്കേട്ടോ ഓക്കേട്ടോ ഓക്കെ. സോങ്ങിലൊരു കറക്ഷൻ സെറ്റ് ചെയ്യാൻ വിളിച്ചത് കേട്ടു. താൻ നന്നായിട്ട് ഡീൽ ചെയ്തു. വേറെ വഴിയില്ലടോ. മാനേതേനെ പൊന്മാനേനെ കുളിച്ചാലേ കാര്യം നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇവരെ കുഴപ്പാ. തന്നെയല്ല. എന്തായി സംഭവം? എന്തായി? ഡിസൈൻസ് ഒക്കെ ഓക്കെയാണ്. ഇനി തൻ്റെ DOP ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പണി തുടങ്ങാം. ഇത് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. താനിത് അവനൊന്ന് ഫോർവേഡ് ചെയ്യാം, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. ആ ട്രാക്ക് എന്തായി? അത് കുഴപ്പമില്ലടാ, വൈകുന്നേരം വരെ നിനക്ക്. നീ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, നീ അങ്ങോട്ട് വാ, ഞാൻ അത് കത്തിച്ചിട്ട് പോയിട്ടോ. എടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കടോ. ഓക്കെ, താൻ 3 പടങ്ങൾ ചെയ്തു, 3 ഹിറ്റ്, 3 ലവ് സ്റ്റോറീസ്. എവിടെ നിന്നാണ് തനിക്ക് ഇത്ര ക്ലാസ് സാധനങ്ങൾ കിട്ടുന്നത്? ഇതെന്താ ഇൻ്റർവ്യൂ ആണോ? അല്ല, ചോദിക്കണമെന്ന് തോന്നി, പറ. ഉത്തരം വളരെ സിമ്പിളാണ്, എക്സ്പീരിയൻസ്. പിന്നെ പോടോ. എന്താ എന്നെ കണ്ടാൽ തോന്നൂല്ലേ? അല്ല, തോന്നായ്മയൊന്നുമല്ല. ഓക്കെ, എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? തൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലവ് സ്റ്റോറി അതേതാ? വാട്ട്? അല്ല, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, പിന്നെ പോരാത്തതിന് അടിപൊളി സ്റ്റോറി ടെല്ലറും. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാ. പറയണോ? ചുമ്മാ പറയടോ. സാർ. ചാൻസ് ചോദിച്ചു വരുമ്പോഴേ ലേറ്റ് ആണല്ലോടേ. സാർ കുറച്ച് ലേറ്റായിപ്പോയി. ട്രാഫിക് കുറിച്ച് എന്ത് റീസൺ വേണേലും പറഞ്ഞോ. സാർ എണീക്കാൻ കുറച്ച് ലേറ്റായി. സത്യം പറഞ്ഞല്ലോടാ. വാ. എനിവേ നവംബർ 10 പ്രീ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നോളൂ. ഓക്കെ സാർ. ഒന്ന് ജോയിൻ ചെയ്തോ. താങ്ക് യു സാർ. അത്രയും കുനിയണ്ട. ശരി സാർ. ഡേ വർക്കിന് കറക്റ്റ് ടൈമിൽ വന്നോണോ? വരാം സാർ, വരാം. താങ്ക് യു. എന്നിട്ട് IELTS ചേർന്നോ? പിറ്റേന്ന് തന്നെ. എന്നിട്ട് അന്ന് ഈ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ കാര്യം അത്ര മോശം പരിപാടിയായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ അതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് ശരിയല്ലാന്ന്. സോ അതങ്ങ് നിർത്തി, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ തീരുമാനിച്ചു. ദക്ഷ, ദക്ഷ, ഞാൻ വിഷ്ണു. തൻ്റെ സെയിം ക്ലാസ്സിൽ തന്നെയാണ് താൻ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരു അസിസ്റ്റൻ്റായിട്ട് ചാൻസ് വയ്ക്കാൻ വന്നപ്പോഴാണ് തന്നെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ട മിനിറ്റിൽ തന്നെ ഐ വാസ് സ്റ്റക്ക് ഓഫ് ചെയ്യും. പിന്നെയും കാണണമെന്ന് തോന്നി. സോ ഇവിടെ ഒരു അഡ്മിഷൻ എടുത്തു. ഈ IELTS ഒന്നും നമ്മുടെ സ്വപ്നത്തിൻ്റെ പരിസരത്ത് തന്നെ കാര്യങ്ങളല്ല. സോ പറയാനുള്ള പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിച്ചു. ഐ തിങ്ക് ഐ ആം ഇൻ ലവ് വിത്ത് യു. താൻ കമ്മിറ്റഡ് അല്ലാന്നറിയാം, നല്ലോണം ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. അത് ഈ പോകുന്നിടത്തും വരുന്നിടത്തും വന്നിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ,
അത് നിർത്തി തന്നതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. സോറി ഫോർ ദാറ്റ്. ഞാൻ നല്ലൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. കൊഞ്ചം ക്ലീശയാണ്. എപ്പോൾ എടുത്തിട്ടാലും വർക്കൗട്ട് ആവുന്നതുകൊണ്ടാണ് അതിന് ക്ലീഷ എന്ന് പറയുന്നത്. ഓ പിന്നെന്ത് പറ്റി? പിന്നെ ഞാനൊരാഴ്ചത്തേക്ക് ആ പരിസരത്തേക്ക് പോയില്ല. അപ്പൊ പിന്നെ എങ്ങനെ? പക്ഷെ ഞാൻ അവളെ കണ്ടു. ഹേ, ഉം. ആ എന്താ ഇവിടെ? ഞാനിവിടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വന്നതാ. ഓക്കെ. ഒരാഴ്ചയായിട്ട് അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. അതിപ്പോൾ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ മിനിമം ഒരാഴ്ചയെങ്കിലും സമയം കൊടുക്കണ്ടേ? ഇയാളിങ്ങനത്തെ ഒരു പ്രപ്പോസലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാലും ഒരു ദിവസം കഴിഞ്ഞാലും അതിൻ്റെ റെസ്പോൺസ് ഒന്ന് തന്നെ ആയിരിക്കും. അതെന്തായാലും ഒരു നോയായിരിക്കില്ലല്ലോ. എന്ന് വെച്ചാൽ ലെറ്റ്സ് ഗിവ് എ ട്രൈ. എടോ സീരിയസ്ലി? ആ ദാ വരുന്നു. അപ്പം നാളെ കാണാം. ബൈ. ഡോ നാളെ അടിപൊളി. അപ്പൊ ആളിപ്പോ എവിടെയുണ്ട്? ആളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് IELTS എഴുതിയെടുത്ത് അബ്രോഡിൽ സെറ്റിൽഡാ. അതെങ്ങനെ? എടോ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഹാപ്പി എൻഡിങ് എന്ന് പറയുന്നത് കല്യാണം മാത്രമൊന്നുമല്ല. അത് നമുക്ക് കുറച്ച് നല്ല മെമ്മറീസ് തന്നിട്ടുണ്ടെങ്കിൽ, അത് നമുക്കിപ്പോഴും ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ബ്യൂട്ടിഫുൾ ആണ്. എടോ പക്ഷേ എന്നാലും ഒരു കാരണം ഇല്ലാണ്ട്. 10ാമത്തെ പടം വരും, അപ്പം അറിഞ്ഞാൽ മതി. വിഷ്ണു നോ രക്ഷ. എടോ ഉം. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഉം. എടോ നമുക്കൊരാളോട് ക്രഷ് തോന്നിയാ എന്ത് ചെയ്യണം? പറയണം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ആണോ? എന്നാ ക്രഷ് തോന്നി വാ ആലോചിച്ച് കണ്ടെത്തിയാൽ മതി.